എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടവ്യക്തി ഓർത്തത് കാണുക. നിങ്ങളുടെ വ്യക്തി എത്തിക്കഴിഞ്ഞിരിക്കും, തീർച്ച. കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഒപ്പം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്ന് കഴിയാൻ അല്ലെങ്കിൽ ചേക്കേറാൻ കഴിഞ്ഞിരുന്നെങ്കിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സമാധാനം പോലും നഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. ഓരോരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ എല്ലാം ഔട്ട്കമായിട്ട് വരുന്നത് ആ വ്യക്തിയും നിങ്ങൾ തമ്മിൽ അകലുന്ന പല കാര്യങ്ങളുമാണ്. പക്ഷേ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയെയും മാറ്റിമറിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാനുള്ള ഒരു സാധ്യത, ഒരുമിച്ച് പോകാനുള്ള ഒരു കാര്യം, അതിലേക്കാണ് വരേണ്ടത്. അതാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഈ പ്രതിസന്ധികളെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിസന്ധികളെ തച്ചുടച്ചുകൊണ്ട് എന്ന് ഒരുമിക്കാൻ കഴിയും. കാരണം ഇപ്പോഴത്തെ സാഹചര്യവും ചുറ്റുമുള്ളവരുമൊക്കെ നിങ്ങളെ തകർക്കാൻ തന്നെയാണ് നോക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ജീവിതത്തിൻ്റെ ആ ഒരു ആസ്വാദനവും ഒരു ഒരുമിക്കലും നടക്കുകയുള്ളൂ. പക്ഷേ ഒപ്പമുള്ളവർ പോലും നിങ്ങൾ ഒരുമിക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പമുള്ളവർ പോലും നിങ്ങളൊന്നും നേടാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ പ്രശ്നവും. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ്. എത്ര പ്രതിസന്ധികൾ, എത്ര പ്രശ്നങ്ങൾ, അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മോശം അനുഭവങ്ങളും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് മോശം പ്രതികരണങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ വെറുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ വ്യക്തിയെ മറന്നുകൊണ്ടോ ആ വ്യക്തിയെ ഒഴിവാക്കിക്കൊണ്ടോ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മറയുമ്പോൾ എന്താണ് അതിനൊരു പ്രതിവിധി? അത് ഏറ്റവും ഭംഗിയായി, ഏറ്റവും കൃത്യമായി തന്നെ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ പുലരുമ്പോൾ എങ്ങനെ ഒരു ഒരുമിക്കലുണ്ടാകും? ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ ചില തെറ്റിദ്ധാരണകളാണ് സത്യത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള വഴക്കിനും ആ പിരിയലിനൊക്കെ കാരണമായത്. ആ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ നിങ്ങളെ തകർക്കാനാണ് നോക്കുന്നത്. നിങ്ങളെ തകർത്ത് തച്ചുടച്ച് നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർത്ത് തരിപ്പണമാക്കുക, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുക, നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കുക, നിങ്ങളെയും ആ വ്യക്തിയെയും ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന ആഗ്രഹങ്ങൾ. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുമ്പോഴും, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോവുക, ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ അഗാധമായൊരാഗ്രഹമാണ്. അതിന് വിലങ്ങുതടിയാകുന്നത് ചില വ്യക്തികളും ചില സാഹചര്യങ്ങളുമാണ്. ആ വ്യക്തികളെയും സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള എത്തിച്ചേരൽ, ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരൽ അസാധ്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. ആ വ്യക്തി തിരിച്ചെത്തും. നിങ്ങൾ എതിർക്കുന്ന നെഗറ്റീവ് ശക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. നെഗറ്റീവ് ശക്തികളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തച്ചുടയ്ക്കാനും തകർക്കാനും ശ്രമിക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾക്ക് വിജയിച്ച് നിൽക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിനെ കീഴടക്കി മുന്നോട്ട് പോകാൻ കഴിയുക തന്നെ ചെയ്യും. കാരണം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിച്ച, ഒരിക്കലും ഒരുമിക്കാതിരിക്കാൻ ശ്രമിച്ച സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അവ ഓരോന്നും
നിങ്ങൾക്ക് ദുഃഖകരമായ അവസ്ഥ അല്ലെങ്കിൽ ദുഃഖകരമായ അനുഭവം സംഭാവന ചെയ്തതാണ്. അങ്ങനെയുള്ള വിഷമങ്ങളും ദുരിതങ്ങളും നൽകിയതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. അതിൻ്റെ എല്ലാം കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ തടയുവാനോ നിങ്ങൾക്കെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിപ്പിക്കാനോ അവർക്ക് കഴിയില്ല. നിങ്ങളെ തച്ചുടയ്ക്കാനോ തകർക്കാനോ നിങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനോ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇത്രകാലം നിങ്ങൾക്കും ഒരു വിദ്യാധാരണ ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെ വ്യക്തിക്കും ഒരുമിക്കാൻ കഴിയില്ല, എൻ്റെ വ്യക്തി ഒരിക്കലും എന്നിലേക്ക് വരില്ല, ഇടയിൽ നിന്ന് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കാണ് കൂടുതൽ ശക്തി എന്നാണ് നിങ്ങൾ കരുതിയത്. പക്ഷെ അവരുടെ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിൽ മാത്രം തോന്നിയ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അവരുടെ ആവനാഴിയിലെ എല്ലാ അമ്പും അവർ ഉപയോഗിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കെതിരെ ഇനി ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രവർത്തിക്കാൻ അവരുടെ കയ്യിലൊന്നും അവശേഷിക്കുന്നില്ല. അത്രത്തോളം ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് എതിരെ നടത്തി കഴിഞ്ഞു. ഇനി നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് അവരുടെ അവശേഷിക്കുന്നില്ല. അതായത് ചെയ്യുവാനുള്ളത് മുഴുവൻ ചെയ്ത് അവർ നിങ്ങളെ ഒരു പരുവത്തിലാക്കി. പക്ഷേ അത് കൊണ്ടല്ല നിങ്ങൾക്ക് വിജയമുണ്ടാക്കാനുള്ള, നിങ്ങൾക്ക് ശക്തിയുക്തം കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങളെത്തുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ വ്യക്തി ആദ്യമായി നിങ്ങളെ ഹൃദയത്തോട് ചേർക്കാൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞത്, ഇത്രകാലം നിങ്ങൾ പറഞ്ഞതും നിങ്ങളുടെ ആത്മാർത്ഥമായ സമീപനങ്ങളും ശരിയാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്രകാലം ആ വ്യക്തി കണ്ടതും കേട്ടതും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ വാക്കുകളും പ്രവൃത്തികളും മാത്രമാണ്. ഇനി അതല്ല, യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നു. ഇനി ആരും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ അലോസരപ്പെടുത്താനോ നിങ്ങൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിപ്പിക്കാനോ ഇല്ല. അത് ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള വലിയ ശക്തി, നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള വലിയൊരു പിൻബലം ഉണ്ടാകാൻ പോകുന്നു. ആ പിൻബലം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ശക്തി നൽകും. ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഏറ്റവും കൃത്യതയാർന്ന രീതിയിൽ നിങ്ങൾ എത്തുകയാണ്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഇതുവരെ എന്ത് തിരിച്ചു ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നുവോ അത് കൃത്യമായി ലഭിക്കുന്ന തലത്തിലേക്ക് നിങ്ങളെത്തുന്നു. നിങ്ങൾ ഏത് രീതിയിലാണോ ആ വ്യക്തിയിൽ നിന്നും നന്മ ആഗ്രഹിച്ചത് ആ നന്മ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി ആദ്യമായിട്ട് നിങ്ങളെ കൃത്യമായി നോക്കുന്നു, നിങ്ങളിലേക്ക് എത്തുന്നു. ഇത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകരുന്ന നിമിഷങ്ങളാണ് നൽകാൻ പോകുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ആവർത്തിക്കാൻ കഴിയും. വിജയിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളായിക്കഴിഞ്ഞു. അതിൻ്റെ എനർജി ശക്തമാണ്. ആ എനർജിയിൽ നിങ്ങൾക്കിനി ദുഃഖിക്കാനില്ല. എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയുടെ കാര്യത്തിൽ ദുഃഖിച്ചിരുന്നുവോ അതെല്ലാം മാറി നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ഉൾക്കൊള്ളുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൃത്യതയാർന്നൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. ഒരിക്കലും ഇനി നിങ്ങൾക്ക് അവിടെ ഒരു പരാജയമില്ല, ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമില്ല. വലിയ സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയും. ആ വ്യക്തിയുടെ മനസ്സ് മാറിക്കഴിഞ്ഞു, ഇനി മാറാനൊന്നുമില്ല. നിങ്ങൾ എന്താഗ്രഹിച്ചിരുന്നു, ആ വ്യക്തി എപ്രകാരം നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതിനേക്കാൾ 10 മടങ്ങ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി അവിടെ തടയാനോ ഇനി നിങ്ങളെ ഉപദ്രവിക്കാനോ ആരും ഇല്ല എന്നുള്ളതാണ്. മുൻപ് അത്തരക്കാരുടെ വാക്ക് കേട്ടിട്ടാണ് നിങ്ങളുടെ വ്യക്തി എതിർത്തത്. നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും എതിർക്കുവാനായിട്ട് അവിടെ ആളുകളുണ്ടായിരുന്നു. ഇനി അതില്ല. നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങളുടെ വ്യക്തിക്കൊപ്പം മുന്നോട്ട് പോകാൻ കഴിയും. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. നിങ്ങളത് അനുഭവിക്കും. ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.